നമ്മുടെ ദൈനംദിന ഭക്ഷണക്രമത്തിലെ ഏറ്റവും അവിഭാജ്യമായ വസ്തുവാണ് ഉപ്പ്. മധുരപദാർത്ഥങ്ങൾ ഒഴിച്ച് മറ്റെന്തിലും ഉപ്പിട്ട് കഴിക്കുന്നവരാണ് നാം. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭക്ഷണത്തിൽ രുചി ലഭിക്കാൻ ഉപ്പ് കൂടിയേ തീരൂ. ഉപ്പില്ലാത്ത കഞ്ഞി എന്ന പ്രയോഗം തന്നെ മലയാളികൾക്കിടയിൽ ഉപ്പിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ്. എന്നാൽ ഈ ഉപ്പ് ആളത്ര നിസാരക്കാരനല്ല എന്ന കാര്യം എത്ര പേർക്കറിയാം? ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് അനുസരിച്ച് ഉപ്പ് വില്ലനാണെന്നാണ് കണ്ടെത്തൽ. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷവും അധിക അളവിലുള്ള ഉപ്പ് മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം ഏകദേശം 1.89 ദശലക്ഷമാണ്. ശരീരത്തിൽ ഉപ്പിന്റെ അളവ് വർദ്ധിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവയിലേക്ക് നയിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സോഡിയം ക്ലോറൈഡ് എന്നീ രണ്ട് മൂലകങ്ങളുടെ സംയോജനമാണ് സോഡിയം ക്ലോറൈഡ് എന്ന ഉപ്പ്. ഉപ്പ് കഴിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ അളവിൽ സോഡിയം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 1 ടീസ്പൂൺ ഉപ്പ്, അതായത് 5 ഗ്രാം ഉപ്പ് മാത്രമാണ് ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ശരിക്കും നാം ഒരു ദിവസം 1 സ്പൂൺ ഉപ്പ് മാത്രമാണോ കഴിക്കുന്നത്? അമിതമായി കഴിച്ചാൽ ഹൃദ്രോഗം, പക്ഷാഘാതം, അകാല മരണം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു അവശ്യ പോഷകമാണ് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം. എന്നാൽ ലോക ജനസംഖ്യയുടെ 3% മാത്രമേ നിർബന്ധിത സോഡിയം കുറയ്ക്കൽ നയങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ സോഡിയം ഉപഭോഗം കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ആഗോള റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. സോഡിയം കുറയ്ക്കൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ആഗോളതലത്തിൽ 7 ദശലക്ഷം ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ WHO അംഗരാജ്യങ്ങളിൽ 73%നും സമാനമായ നയങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പൂർണ്ണ ശ്രേണി ഇല്ലെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മിക്ക രാജ്യങ്ങളും നിർബന്ധിത സോഡിയം കുറയ്ക്കൽ നയങ്ങളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നിലവിൽ ബ്രസീൽ, ചിലി, ചെക്ക് റിപ്പബ്ലിക്, ലിത്വാനിയ, മലേഷ്യ, മെക്സിക്കോ, സൗദി അറേബ്യ, സ്പെയിൻ, ഉറുഗ്വേ എന്നീ 9 രാജ്യങ്ങളിൽ മാത്രമാണ് സോഡിയം ഉപയോഗം കുറയ്ക്കാൻ ശുപാർശ ചെയ്യുന്ന നയങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളൂ. ആഗോളതലത്തിൽ മരണത്തിനും രോഗത്തിനും പ്രധാന കാരണമാകുന്നത് അനാരോഗ്യകരമായ ഭക്ഷണക്രമമാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് പറയുന്നത്. ഇതിൽ അമിതമായ സോഡിയത്തിന്റെ ഉപയോഗമാണ് പ്രധാന വില്ലനാകുന്നത്. ഉയർന്ന അളവിൽ സോഡിയം കഴിക്കുന്നത് ഗ്യാസ്ട്രിക് ക്യാൻസർ, പൊണ്ണത്തടി, ഓസ്റ്റിയോപൊറോസിസ്, കിഡ്നി രോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇനി ഒരു ദിവസം എത്ര അളവിൽ ഉപ്പ് കഴിക്കാമെന്ന് നോക്കാം. ലോകാരോഗ്യ സംഘടന പറയുന്നത് പ്രകാരം മുതിർന്നവർക്ക് പ്രതിദിനം 2000 മില്ലിഗ്രാം വരെ ഉപ്പ് ശരീരത്തിൽ ചെല്ലുന്നതിൽ പ്രശ്നമില്ല. അതായത് 1 ടീസ്പൂണിൽ താഴെ മാത്രം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉന്മേഷത്തെയും കരുത്തിനെയും ആശ്രയിച്ചാണ് അളവ് നിർദ്ദേശിക്കുന്നത്. അയഡിനുള്ള ഉപ്പ് ഉപയോഗിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യകരമായ വികസനത്തിന് ആവശ്യമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട്. സോഡിയം ശരീരത്തിൽ എത്തുന്നത് കുറയ്ക്കാൻ എന്തൊക്കെയാണ് ചെയ്യാനാവുന്നത്? ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത ഒരു കാര്യമാണ്. രുചി എത്ര മോശമായാലും ഉപ്പും മുളകും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനാകും. സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നത് ശരീരത്തിൽ കൂടിയ അളവിൽ ഉപ്പ് എത്തുന്നത് ഒഴിവാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗമെന്നാണ് ലോകാരോഗ്യ സംഘടന വിശദീകരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ സോഡിയം ബെഞ്ച് മാർക്കുകൾക്ക് അനുസൃതമായി സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ സോഡിയത്തിന്റെ അളവ് പുനഃക്രമീകരിക്കാനും അവ നടപ്പിലാക്കാനും ലോകാരോഗ്യ സംഘടന രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഭക്ഷ്യനിർമ്മാതാക്കളോട് അവരുടെ ഉൽപ്പന്നങ്ങളിൽ സോഡിയം കുറയ്ക്കുന്നതിനുള്ള ടാർഗറ്റുകൾ സ്ഥാപിക്കാനും ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. സോഡിയം കുറയ്ക്കുന്നതിനുള്ള നയങ്ങളുടെ തരത്തെയും എണ്ണത്തെയും അടിസ്ഥാനമാക്കി അംഗരാജ്യങ്ങൾക്കായി ഒരു സോഡിയം കൺട്രി സ്കോർ കാർഡും WHO വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട്.